ശ്രുതി ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് വളരെ വിശദമായിട്ട് എന്താണ് ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടത്, മറ്റൊരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ലാതെ നേരിട്ട് പാർട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വിശദീകരിക്കാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ വിശദീകരിച്ചാൽ പാർട്ടി പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. മറുഭാഗത്ത് UDF വലിയ പ്രചരണ സങ്കേതം കോപ്പുകൂട്ടുന്നു, വലിയ രീതിയിലുള്ള യാത്രകൾ വരുന്നു. പുതിയ യാത്ര വരാൻ പോവുകയാണ് VD സതീശൻ്റേത്. വോട്ട് വഴി എളുപ്പമാണോ? വോട്ട് വഴി ആർക്കും എളുപ്പമല്ല എന്നുള്ളതാണ്. രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ഈ വിജയം അതീവ പ്രാധാന്യമുള്ള വിജയമാണ്. ആ വിജയത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ സംവിധാനത്തിൽ അത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിജയിച്ച ഒരു ഫോർമുലയാണ് ഗൃഹസന്ദർശനം. അപ്പോൾ അതിലേക്ക് വീണ്ടും എത്തുന്നു. പക്ഷേ അന്നത്തെ ഗൃഹസന്ദർശനത്തിലും ഇന്നത്തെ ഗൃഹസന്ദർശനത്തിലും ചില വ്യത്യാസങ്ങളുണ്ട്. വിഷയങ്ങൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഗൃഹസന്ദർശനം നടത്തുന്നതെന്ന് പ്രധാനമാണ്. അന്ന് ഈ പറഞ്ഞ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കാനുണ്ട്. സുപ്രീം കോടതി ഉത്തരവാണ് ഞങ്ങൾ നടപ്പാക്കിയത് എന്ന്. അതേസമയം അത് വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ അത് കൃത്യമായി വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങൾ ഏറ്റെടുത്ു എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇവിടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ 10ഓളം നേതാക്കൾ, ഒന്ന് CPI ആണ്, നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിൻ്റെ കാര്യമാണ്. പത്മകുമാറിൻ്റെ പങ്ക് സംബന്ധിച്ച് SITയുടെ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോടതിയിൽ നിന്നുള്ള അതിരൂക്ഷമായ പരാമർശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പാർട്ടി അത് വിശദീകരിക്കുന്നത് അത് കുറ്റപത്രം വരുന്നത് വരെ കാത്തു നിൽക്കാം എന്നുള്ളതാണ്. ഇത് ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഭാഗം, ഏത് ഭാഗത്താണ്? ചോദ്യമായിട്ടാണ്. പത്മകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അത് ഇത്രത്തോളം ഗൗരവത്തിലുള്ളതാണ് എന്ന് കരുതിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഈ കൂടുതൽ വിവരങ്ങൾ വന്നത്. പക്ഷേ കുറ്റപത്രം വരുന്നതിന് ശേഷം പാർട്ടി തീരുമാനത്തിലേക്ക് പോകും എന്നാണ് വിശദീകരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുത്തില്ലല്ലോ എന്ന ചോദ്യം വരുമ്പോൾ അതിനു മുന്നേ അവസാന ഭാഗത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യത്തെ പേജിൽ നമ്മളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അത് ക്ഷമാപൂർവ്വം കേൾക്കുകയുമാണ് വേണ്ടത്. പലപ്പോഴും തെറ്റായ കാര്യങ്ങളായിരിക്കും അവർ പറയുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ധാരണയോടെ അവ കേൾക്കണം. പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കുകയും ചെയ്തത് വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഇടപെട്ട് തിരുത്താനും കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തുക എന്നുള്ളത് ആരാണ് നടത്തേണ്ടത്? ഈ പ്രതികരണം നടത്തുന്നവർ തിരുത്തണം, അവരെ തിരുത്തിക്കും എന്നുള്ളതാണോ അതോ പാർട്ടി തിരുത്തും എന്നുള്ളതാണോ എന്നത് ഇതിൽ നിന്ന് വ്യക്തമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കണം എന്ന ഈ നേതാക്കൾ ഇപ്പോൾ ഒരു സർക്കുലറിലൂടെ പറയുമ്പോൾ ക്ഷമ അല്പം കുറവാണെന്നും സാധാരണ ജനങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വിലയിരുത്തൽ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കാണോ നൽകേണ്ടത്? മേൽത്തട്ടിലുള്ള നേതാക്കൾ എന്ത് സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്ന എന്നതാണ് ഏറ്റവും പ്രധാനം. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധികൾ എങ്ങനെയാണ് ചോദ്യങ്ങളോട് എടുക്കുന്ന സമീപനം? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണോ അതോ അപ്പുറത്ത് ചോദ്യം ചോദിക്കുന്നവരെ അപമാനിക്കാനുള്ള ശ്രമങ്ങളാണോ നടത്തുന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി താഴെത്തട്ടിൽ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ വിജയമാണോ പരാജയമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില ഭാഗങ്ങളിൽ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്താനുള്ള കഴിവും അതിനുള്ള സംവിധാനവും CPM-നോളം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ബ്രാഞ്ച് തലത്തിൽ, ഏരിയ തലത്തിലൊക്കെ അത് ജനങ്ങളുമായി നേതാക്കൾക്കുള്ള ബന്ധം നഷ്ടപ്പെട്ടത് എന്ന് പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്. ആ തെറ്റുതിരുത്തൽ കൂടിയാണ് പാർട്ടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കൾക്ക് പഴയ ബന്ധം പുനഃസ്ഥാപിക്കണം, വീടുകളിൽ പോകണം, വീടുകളിൽ ഗൃഹസ്ഥരുമായി അവിടെ നിന്ന് പറയാനുള്ളത് പറഞ്ഞു പോവുകയല്ല, അവിടെ ഇരുന്ന് വിശദമായി പറയുന്ന കേട്ട് തിരുത്തണം എന്നാണ് പറയുന്നത്. ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത്രയും പറഞ്ഞ ശേഷം അടുത്ത പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയടക്കം വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. UDFന്റെ ഭരണകാലത്തുണ്ടായിരുന്ന വിവരങ്ങൾ വരുന്നുണ്ട്, വരട്ടെ. അതിൽ അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യൽ കിട്ടുന്ന തെളിവുകളിലേക്ക് വരുമ്പോൾ എടുക്കുന്ന സമീപനമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നതും പ്രധാനമാണ്. തിരിച്ചുള്ള ഈ പറയുന്ന CPM ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കളുണ്ട്. അവരോട് എടുക്കുന്ന സമീപനം എങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇതിൽ പിന്നെ അടുത്തത് ഈ പറയുന്ന
ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയുന്നതെന്നൊക്കെ വളരെ വിശദമായി പറയുന്നു. പക്ഷേ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അതിനോട് എന്ത് മറുപടി പറയണമെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. അതിനി എന്ത് സമീപനം എടുക്കും എന്നുള്ള അറിയേണ്ടതുണ്ട്. മൊത്തത്തിൽ കോൺഗ്രസുമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വിശദീകരിക്കുന്നു. സർക്കാരിൻ്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ വിശദീകരിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ചോദ്യം പറയുന്നുണ്ട്. യുവാക്കളുടെ ജോലി ലഭിക്കാത്തതിനെക്കുറിച്ച്, സർക്കാർ കടക്കണിയിൽ ആയതിനെക്കുറിച്ച്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയും വിശദമായ മറുപടി പറയേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യം വിശദമായി പറയുന്നു. പക്ഷേ വിമർശനങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പറയുമ്പോഴുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്? ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണ് CPM എന്നുള്ള വിമർശനം വരുന്നതിനെ 57 മുതലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം അനുകൂലമായി എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് BJPയുമായിട്ടുള്ള ബന്ധമൊക്കെ വിശദീകരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ കാലയളവിൽ 10 വർഷത്തെ കാലയളവിൽ പാർട്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം വരുമല്ലോ. അതിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഉണ്ടായാലും അതിനെക്കുറിച്ച് പറയാനും പറയുന്നുണ്ട്. കേരളത്തിൽ രൂപപ്പെട്ട വർഗീയ അന്തരീക്ഷത്തിന്റെ സ്വാധീനത്തിൽ പലരും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ നടത്തി. പലരും, പ്രത്യേകം ശ്രദ്ധിക്കണം, പലരും, കാസ പോലുള്ള സംഘടനയും അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട ചിലരും വർഗീയമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അക്കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ചില തെറ്റായ പരാമർശങ്ങളുണ്ടായി. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത ദുർബലപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനയിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പിൻവലിയണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് CPM മാത്രമാണ് ഇത്തരം നിലപാട് സ്വീകരിച്ചത് എന്നാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പറയുന്നത്. ഇത് സാധാരണ ജനത്തിന് എളുപ്പത്തിൽ ദഹിക്കുന്ന കാര്യമാണോ? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്താണ് CPM എടുത്ത സമീപനം? നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് തന്നെ പൊന്നാട അണിയിക്കുന്നതും അതിനുശേഷം കാറിൽ കയറ്റിയതിനെ വിശദീകരിക്കുന്നു. അത് മുന്നണിയിലെ മറ്റ് നേതാക്കൾക്ക് പോലും, സഖ്യകക്ഷികൾക്ക് പോലും ബോധ്യമാകാത്ത ആ വിഷയം ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ള ചോദ്യം നിൽക്കുന്നു. അതവിടെ നിൽക്കുകയാണ്. കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനങ്ങൾ കോൺഗ്രസും മറുപടി പറയേണ്ടത്. അവരും ഗൃഹസന്ദർശനമൊക്കെ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ വാർത്തയാകുന്നില്ല എന്ന് മാത്രമാണ്. ഇനി ഇത് മാത്രമാണ് മാർഗമെന്ന് വിചാരിക്കരുത്. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൂന്നാം പിണറായി സർക്കാരിലേക്ക് വരാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ കോടതി കയറിയിട്ടുമുണ്ട്. ഇപ്പോൾ നവകേരള സർവേ എന്ന് പറയുന്ന പരിപാടിക്ക് 20 കോടിയെ സർക്കാരിൽ നിന്നും എടുത്തു വെക്കുകയാണ്. അത് CPM നടത്താം, CPക്ക് പ്രത്യേകം നടത്താം, അവരുടെ ഫണ്ട് ഉപയോഗിച്ച്, അവരുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ച്. പക്ഷേ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഈ പരിപാടികൾ നടത്തുമ്പോൾ അത് സർക്കാർ വിശദീകരിക്കേണ്ടി വരും. അത് കോടതി കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലെ കാര്യം. രണ്ടു കൂട്ടരെ സംബന്ധിച്ചും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാർഗങ്ങളും ആരായുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇതിനകത്ത് ഒരു സംശയമുള്ളത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം, ഇതൊരു ചോദ്യമുണ്ട്, വളരെ പ്രസക്തമാണ്. ഇപ്പം നേരത്തെ സ്മൃതി വായിച്ചു പോയ ഒരു ഭാഗത്തെ ഒരു ചോദ്യമാണ്. അതായത് ഈ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതീതി നിർമ്മാണങ്ങൾക്കും അപ്പുറം ആ ചോദ്യം ഇങ്ങനെയാണ്. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം സർക്കാരിൻ്റെ ഏതെങ്കിലും നടപടി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായത് പറയാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഒറ്റ കാര്യമുള്ളൂ ഡോക്ടർ അരുൺ. അതായത് മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകൾ സർക്കാർ നടത്തണ്ട. മുസ്ലിം വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നവരെ നിയന്ത്രിക്കാതിരുന്നാലും മതി. വെള്ളാപ്പള്ളിയെ തന്നെ. അത് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കണം. നമുക്ക് കേസ് എടുക്കാമല്ലോ. എത്ര കേസ് എടുത്ത സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. അതിലും അപ്പുറം വർഗീയ പ്രസ്താവന നടത്തുമ്പോൾ സർക്കാരിന് പ്രതിപക്ഷത്തെക്കാൾ ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ ആ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ കേസ് എടുക്കേണ്ടി വരുമെന്ന് പറയാം. അത് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ന്യൂനപക്ഷത്തിന് വിരുദ്ധമായ ഒരു സമീപനമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള വിമർശനമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതല്ല ഇന്ന് UDF ബോധ്യമുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാമല്ലോ ഒരു UDF നേതാവിന്. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഞാൻ. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അങ്ങ് ചോദിച്ചോളൂ. ഞാൻ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അല്ല, ഇതിൽ ഇതിൽ പറയുന്ന ന്യായീകരണം സർക്കാരിന്റെ ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? അതാ ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ കാര്യമാണ്. സർക്കാർ വണ്ടിയിലാണ് വെള്ളാപ്പള്ളിയെ കയറ്റിയത് ഡോക്ടർ. വെള്ളാപ്പള്ളി നടേശനെ അല്ല, ഇത് പറഞ്ഞാൽ മതി. അതായത് ഈ സർക്കുലർ പ്രകാരം നിങ്ങൾ വീടുകളിൽ കയറുമ്പോൾ അതിനെന്താ പ്രശ്നം ചോദിച്ചാൽ എല്ലാവരെയും കേട്ടാത്ത ഒരാൾ വെള്ളാപ്പള്ളിയെ കയറ്റുന്ന ഏത് സന്ദർഭത്തിലാണ് എന്ന് കൂടി ആലോചിക്കണം. ഏത് സന്ദർഭത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ നമുക്ക് ഒരു സാമുദായിക നേതാവിനെ വണ്ടിയിൽ കയറ്റുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. സാമുദായിക നേതാവ് വർഗീയ പ്രസംഗങ്ങൾ നടത്തുമ്പോഴാണ്
കയറ്റുന്നത് ഒരു സമുദായ നേതാവ് വർഗീയ പ്രസംഗം നടത്തി എന്ന് UDF ബോധ്യമുണ്ടെങ്കിൽ ഒരു കേസ് ഒരു UDF ഒരു നേതാവ് കൊടുക്കാത്തത് എന്താ? അതൊന്നും വേണ്ട. വെള്ളാപ്പള്ളി വർഗീയവാദമാണ് വെള്ളാപ്പള്ളിക്കെതിരെ വർഗീയ പ്രസംഗത്തിന് കേസെടുത്തത് യുഡിഎഫിന്റെ കാലത്താണ് ഡോക്ടർ അരുൺ. കേൾക്കൂ, വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്ന് പറഞ്ഞൊരു UDF നേതാവിന്റെ പേര് പറയൂ. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിന് കേസെടുത്തത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. കേസെടുത്തു. പിണറായി വിജയനും നല്ല ആർജവത്തോടു കൂടി ഇവിടെ കേരള തൊഗാഡി എന്ന് വിളിക്കുകയും ചെയ്തു. വീണ സമയത്ത് പ്രവീൺ തൊഗാഡി എന്ന് വിളിച്ചത് ഇതേ പിണറായി സർക്കാരല്ലേ? പിണറായി വിജയനല്ലേ? അതേ ഞാൻ പറഞ്ഞത്. അതേ പിണറായി വിജയൻ അത് രമേശ് ചെന്നിത്തല ഇപ്പോഴും കാറി കയറ്റാൻ തയ്യാറാണ്. UDF നേതാക്കളും കാറി കയറ്റാൻ തയ്യാറാണ്. അതൊന്നും വേണ്ട. നിങ്ങൾ സന്ദർഭത്തിൽ നടത്തി നിങ്ങൾക്ക് പറയാം. ഇതാണ് സ്മൃതി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ബോധ്യമാണ് പറഞ്ഞത്. ആ പ്രതീതി നിർമ്മാണം എങ്ങനെയാ നടക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നോക്കൂ, എന്താണ് ആ പ്രതീതി നിർമ്മാണം നടക്കുന്ന രീതി. ഇപ്പം ഞാൻ സ്മൃതി പറഞ്ഞതിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്. സർക്കാരിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ന്യൂനപക്ഷ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ജനങ്ങളോട് ചോദിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ നമ്മളതിനെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കണക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ ഭാഗമാണോ? വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ CPM അംഗമാണോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെല്ലാം ഉത്തരവാദിത്വം CPM എങ്ങനെയാണ് വരിക? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയവാദമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ UDF ഒരു നേതാവിന് കൊണ്ട് കേസ് കൊടുത്തൂടെ? എന്താ കേസ് കൊടുക്കാത്തത്? ഇനി കേസ് കൊടുക്കുന്ന സമയത്ത് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. അപ്പോൾ സംഭവം എന്താ? വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തി വെള്ളാപ്പള്ളി നടേശനെ എതിരെ കേസ് കൊടുക്കണം. ആര്? പിണറായി വിജയൻ കേസ് എടുക്കണം. അപ്പോൾ SNDPയുടെ ഈഴവ വിവാഹത്തിന് വോട്ടും കൂടി അങ്ങ് പോകുമല്ലോ BJPക്ക്. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള കൗശലം. ആ രാഷ്ട്രീയ കൗശലമാണ്. അതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഒറ്റ പാരഗ്രാഫ് വായിച്ച് ഇടവേളയ്ക്ക് പോകാം. അതിനകത്ത് പറയുന്നൊരു ഭാഗമാണ് എന്താണ് 10 വർഷം കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്തത് എണ്ണി പറയുന്നുണ്ട്. പൗരത്വ ഭേദഗതിക്കെതിരെ നിയമത്തിനെതിരെ സർക്കാർ സ്വീകരിച്ച സമീപനം, എത്ര വലിയ സമീപനമാണ് സ്വീകരിച്ചത്? എത്ര ഇടങ്ങളിലാണ് പ്രതിഷേധം കണ്ടത്? കോഴിക്കോട് ഹജ്ജ് ഹൗസിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്, കണ്ണൂരിൽ പുതിയ ഹജ്ജ് ഹൗസ്, മദ്രസ അധ്യാപകരുടെ ക്ഷേമനിധി ബോർഡ്, ആവശ്യാനുസരണം +2 ബാച്ചുകൾ അനുവദിച്ചത് തുടങ്ങി സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ ഒരിടത്തും ഏതെങ്കിലും രീതിയിൽ കലാപ സാധ്യതയുള്ള അല്ലെങ്കിൽ കലാപത്തിനു തുല്യമായ ഒരു വർഗീയ സംഘർഷം ഉണ്ടാവാത്ത ഒരേ ഒരു നാട് നമ്മുടേതാണ്. ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന നാട് കേരളമാണ്. അത് കഴിഞ്ഞ 10 വർഷവും അങ്ങനെയാണ്. പക്ഷേ അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ചില കണക്കുകൾ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് എളുപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം. Meet the editors.